റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. സേവനാവകാശ നിയമം ഫലപ്രദമായി നടപ്പാകുന്നില്ലെന്ന് തുറന്നു സമ്മതിച്ച് മുഖ്യമന്ത്രി. നിയമസഭയിലാണ് സേവനാവകാശ നിയമത്തിലെ വീഴ്ച വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിസന്ധിക്ക് കാരണം നിലവിലെ നിയമത്തിലെ പോരായ്മകളാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഔദ്യോഗിക മറുപടി റിപ്പോർട്ടറിന് ലഭിച്ചു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, നിയമം ഫലപ്രദമായി നടപ്പാകുന്നതിലെ അപാകതയുടെ കാരണം എന്താണെന്ന് മറുപടിയിലുണ്ടോ? സേവനാവകാശ നിയമത്തിൽ നിലവിലുള്ള പോരായ്മകളാണ് ഇത്തരത്തിൽ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. 2012 നവംബർ 1 കേരളത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരത്തിൽ സേവനാവകാശ നിയമം കൊണ്ടുവരുന്നത്. അഥവാ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് ആവശ്യമായ സേവനം അത് സർക്കാർ ഓഫീസുകളിൽ നിന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്തെ ഈ നിയമം നടപ്പിലാക്കിയത്. ഉദാഹരണത്തിന് ഒരു ജനന സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ കെട്ടിട നമ്പർ ആവശ്യത്തിന് ഏതെങ്കിലും ആവശ്യത്തിന് ഒരു സർക്കാർ കാര്യാലയത്തിൽ ഒരാൾ അപേക്ഷ നൽകിയാൽ നിശ്ചിത ഫോർമാറ്റിൽ അതിൻ്റെ രേഖകളൊക്കെ സമർപ്പിച്ചാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ 7 ദിവസം അതല്ലെങ്കിൽ 14 ദിവസം ആ ദിവസത്തിനുള്ളിൽ തന്നെ അതിന് മറുപടി നൽകി ആ രേഖകൾ കൈമാറുക അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൈമാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു നിയമമായിരുന്നു സേവനാവകാശ നിയമം. പക്ഷേ ആ നിയമം ഫലപ്രദമായി കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. നിയമസഭയിൽ നെല്ലിക്കുന്ന എം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സേവനാവകാശ നിയമത്തിലെ പോരായ്മകൾ കാരണം പ്രസ്തുത നിയമം ഫലപ്രദമായി നടപ്പിലാകുന്നില്ല എന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സേവനാവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും അതിനുതകുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത് തന്നെ 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ഏറ്റവും അവസാന കാലയളവിലാണ് ഇപ്പോൾ ഇതിന് നിയമ ഭേദഗതി നടത്തുന്നത്. 2012 വന്ന നിയമമാണ്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേൽക്കുന്നത്. പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞ് ഈ 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി ആവശ്യമാണെന്നുള്ള വിവരത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നിയമം ഫലപ്രദമായി നടപ്പിലാകുന്നില്ല, പൗരന്മാർക്ക് അതിനാവശ്യമായ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനം ലഭിക്കുന്നില്ല എന്നുള്ള ആ വീഴ്ച കൂടി മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത്. സുജിയ.